നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ്. മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ കടുത്ത തീരുമാനമെന്ന സൂചന നൽകി വി ഡി സതീശൻ. ഭൂരിപക്ഷ എംഎൽഎമാരുടെ പിന്തുണ ഉയർത്തിക്കാട്ടി കെ സി പക്ഷം. സീനിയോറിറ്റിക്ക് മുൻഗണന നൽകണമെന്ന് ചെന്നിത്തല. ഘടകകക്ഷികളുമായി ചർച്ച നാളെ. എംഎൽഎമാരുടെ നിലപാടും പാർട്ടിക്കകത്തെ പൊതുവികാരവും ഹൈക്കമാൻഡ് ചർച്ച ചെയ്യും. അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയുടേത്. ഡൽഹിയിലും കണ്ണൂരും കൊല്ലത്തും കെ സി വേണുഗോപാലിനായി ഫ്ലെക്സുകൾ. നയിച്ചവൻ നായകനെന്ന ഫ്ലെക്സ് ബോർഡിൽ. കോട്ടയത്ത് കെ സിയുടെ ഫ്ലെക്സിൽ കരിയോയിൽ ഒഴിച്ചു. ജാതി പറഞ്ഞു നടക്കുന്നവർക്കൊപ്പം ജനമില്ല എന്ന് തെളിഞ്ഞുവെന്ന് വെള്ളാപ്പള്ളിക്കെതിരെ പരോക്ഷ പരാമർശവുമായി കെ സി വേണുഗോപാൽ. മണലൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം സ്റ്റേ ചെയ്യാൻ നിയമ നടപടിക്ക് ടി എൻ പ്രതാപൻ. പരാജയം പരിശോധിക്കാൻ CPM CPI നേതൃയോഗങ്ങൾ നാളെ. പിണറായിക്കെതിരെയും എം വി ഗോവിന്ദനെതിരെയും കണ്ണൂരിൽ പോസ്റ്റർ. കനത്ത പരാജയത്തിൽ CPMനെതിരെ രൂക്ഷ വിമർശനമുയർത്തി CPI മുഖപത്രം. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ ഇല്ലെങ്കിൽ KN ബാലഗോപാലിന് സാധ്യത. 3 സീറ്റ് എന്ന ചരിത്ര വിജയത്തിലും വോട്ട് വീതത്തിലെ കുറവിൽ BJPക്ക് ആശങ്ക. സംസ്ഥാനത്ത് ഭരണമാറ്റത്തെ തുടർന്ന് കിഫ്ബി CEO സ്ഥാനം KM എബ്രഹാം രാജിവെച്ചു. രാജി മുഖ്യമന്ത്രിക്ക് കൈമാറി. പകരം ചുമതല അഡീഷണൽ CEO മിനി ആന്റണിക്ക്. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ വേഗത്തിലാക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രി തീരുമാനിക്കാനുള്ള നടപടികളിലേക്ക് AICC നേതൃത്വം കടന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി പദം ലഭിച്ചില്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്ന സൂചന നൽകുകയാണ് വി ഡി സതീശൻ. ഭൂരിപക്ഷ MLAമാരുടെ പിന്തുണ ഉയർത്തിക്കാട്ടി കെ സി പക്ഷം വാദമുയർത്തുമ്പോൾ സീനിയോറിറ്റിക്കാണ് മുൻഗണന നൽകേണ്ടത് എന്നാണ് രമേശ് ചെന്നിത്തല വാദം മുന്നോട്ട് വയ്ക്കുന്നത്. മന്ത്രിസഭാ രൂപീകരണത്തിൽ ഘടകകക്ഷികളുമായി ചർച്ച നാളെ ഉണ്ടായേക്കും. വിവരങ്ങളുമായി എബി തോമസ് ചേരുകയാണ്. എബി, തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ തൊട്ടുണ്ടായ ചർച്ചയാണ്. അതിപ്പോൾ കൂടുതൽ രൂക്ഷമായ ചർച്ചയിലേക്ക് കടന്നിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ട് വേണം ഘടകകക്ഷികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാൻ. കാരണം മന്ത്രിസഭാ രൂപീകരണത്തിൽ അവർക്ക് വേണ്ട പ്രാതിനിധ്യം നൽകേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകൾ. ഒപ്പം തന്നെ സ്വതന്ത്രരുണ്ട്. അവരെയൊക്കെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വലിയൊരു പ്രതിസന്ധി കോൺഗ്രസിന് മുന്നിൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ട് എന്ന് തന്നെ പറയണ്ടേ? ശ്രീജ, തീർച്ചയായും ഈ ഒരു സംഭവം അത് നേരത്തെ തന്നെ എല്ലാവരും പ്രഖ്യാപിച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ്. റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ UDF ഏതാണ്ട് വിജയിച്ചു. ആ നിലയ്ക്കുള്ള പ്രചാരണങ്ങളും അതിനുള്ള ആഘോഷങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ നിലയ്ക്കുള്ള രീതിയിലായിരുന്നു നേതാക്കളുടെയൊക്കെ തന്നെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രി ആരാവണം എന്നതിനെക്കുറിച്ചുള്ള വലിയ രീതിയിലുള്ള ചർച്ചകളെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, തർക്കങ്ങൾ തന്നെയാണ് ആ നിലയ്ക്ക് ഉണ്ടായിരുന്നത്. 3 നേതാക്കൾ അവരുടെ പേരുകൾ കൃത്യമായി ഉന്നയിക്കുകയും അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കെ സി വേണുഗോപാൽ, ഒപ്പം തന്നെ വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല. ഈ 3 നേതാക്കളാണ് ഈ ഒരു സ്ഥാനത്തിന് വേണ്ടി തങ്ങളുടെ ക്ലെയിം വ്യക്തമായും തന്നെ ഉന്നയിക്കുന്ന നിലയുണ്ടായിരുന്നത്. അതനുസരിച്ചുള്ള നടപടികൾ ഇപ്പോഴും റിസൾട്ട് വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നുള്ളതാണ്. ഇതിൽ വി ഡി സതീശന് തന്നെയാണ് ഏറ്റവും കൂടുതൽ താൻ ആണ് ആ പദവിക്ക് അർഹൻ എന്നുള്ള കാര്യം അദ്ദേഹം ഇന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് അദ്ദേഹം സോണിയാഗാന്ധിയെ നേരിട്ട് കണ്ട് തന്നെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം താൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം അറിയിക്കുകയാണ് ഉണ്ടായത്. തന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് സോണിയാഗാന്ധിയെ കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് കേരളത്തിലെ കാര്യങ്ങളിൽ ഒരു നിർണായകമായിട്ട് തീരുമാനം വരാനിരിക്കുന്നത് സോണിയാഗാന്ധിയുടെ ഭാഗത്തുനിന്ന് തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് വി ഡി പക്ഷത്തിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. കാരണം സോണിയാഗാന്ധി ഇപ്പോൾ ഈ സംഘടനാ കാര്യങ്ങളൊന്നും തന്നെ കൂടുതലായി ഇടപെടുന്നില്ല എങ്കിൽ പോലും കേരളത്തിലെ കാര്യത്തിൽ അവരൊരു തീരുമാനം പറഞ്ഞാൽ സ്വാഭാവികമായും അത് തള്ളിക്കളയാൻ കോൺഗ്രസിന് നേതൃത്വത്തിന് കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള ഒരു അപ്രോച്ചാണ് വി ഡി സതീശൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന് വി ഡി സതീശൻ ഈ ഒരു വലിയ തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ചു. അതിന് അതിന് മുമ്പുണ്ടായിരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം നേടാൻ സാധിച്ചു. അതിനിടയ്ക്ക് ഉണ്ടായിരുന്ന നിരവധിയായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലുമൊക്കെ തന്നെ വലിയ വിജയം നേടാൻ സതീശന് സാധിച്ചിട്ടുണ്ട്. സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന് UDFന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് തന്നെയാണ് സതീശൻ ഈ ഒരു സ്ഥാനത്തേക്ക് തന്റെ പേര് എടുത്തു വെക്കുന്നതിനുള്ള ആ ഒരു കാരണമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ വി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഘട്ടത്തിൽ സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സതീശൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയായി വരിക എന്നുള്ള ഒരു ബോധ്യമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആളുകളുടെ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായി
തീർച്ചയായും ആ നിലയ്ക്കുള്ള ഒരു പ്രതീക്ഷ തന്നെ സതീശന്റെ ഭാഗത്തു നിന്നും, സതീശൻ ആ ഒരു നിലയിലുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും നേതൃത്വത്തെ അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയാണ് രണ്ടാമതൊരു കക്ഷിയായി അല്ലെങ്കിൽ രണ്ടാമതൊരു സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. സീനിയോറിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. MLA-മാരുടെ പിന്തുണ അനുസരിച്ചുള്ള ഒരു തീരുമാനമല്ല എടുക്കേണ്ടത്. കാരണം 2021 തന്നെ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് നിന്നും മാറ്റുന്ന ഘട്ടത്തിൽ ഈ MLA-മാരുടെ പിന്തുണ അല്ലെങ്കിൽ MLA-മാരുടെ പിന്തുണ എന്നുള്ളതായിരുന്നില്ല മാനദണ്ഡം. ആ ഒരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ 2011 മന്ത്രിസഭയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താതിരുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെയും ഉണ്ട്. ആ നിലയ്ക്ക് നിരവധിയായിട്ടുള്ള സ്ഥാനങ്ങൾ വേണ്ട എന്ന് വയ്ക്കുകയും പലപ്പോഴും മാറ്റി നിർത്തപ്പെടുകയും ചെയ്തിട്ടുള്ള ആളാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. സതീശനും സമാനമായ രീതിയിൽ മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്നതും എടുത്തു പറയേണ്ട സാഹചര്യമാണ്. ഈ രണ്ട് നേതാക്കളും അവരുടെ ക്ലെയിം ഇവിടെ മത്സരിച്ച് തന്നെ അവർ സ്ഥാപിക്കുമ്പോൾ അവിടെയാണ് KC വേണുഗോപാലിന്റെ സ്ഥാനം ചർച്ച ചെയ്യപ്പെടുന്നത്. KC വേണുഗോപാലിനെ അനുകൂലിക്കുന്ന നിരവധിയായിട്ടുള്ള MLA-മാർ ഉണ്ട് എന്നുള്ളതാണ് KC പക്ഷം പ്രധാനമായും എടുത്തു കാണിക്കുന്നത്. MLA-മാരുടെ ക്ലെയിം തനിക്ക് കൂടെയാണ്, തൻ്റെ കൂടെയാണ് എന്നുള്ളതാണ് KC പക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് KC പക്ഷത്തിന്റെ ഒരു വാദം എന്ന് പറയുന്നത്. പക്ഷേ ഇത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഹൈക്കമാൻഡിനെയും ഒരു രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. കാരണം MP-മാർ മത്സരിക്കേണ്ട എന്നത് കോൺഗ്രസും ഹൈക്കമാൻഡും തീരുമാനിച്ച ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് വീണ്ടും ഒരു MP-യെ ഇവിടേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ഇവിടെ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള കളമൊരുക്കുന്നു. അതൊക്കെയും ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത് തന്നെയാണ് KC വേണുഗോപാലിനെ തടയുന്നതിന് വേണ്ടി VD സതീശൻ പക്ഷവും ഒപ്പം തന്നെ ചെന്നിത്തല പക്ഷവും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയും. ഇനിയിപ്പോൾ സംഭവിക്കാനിരിക്കുന്നത് ഈ മൂന്ന് നേതാക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. KC വരാതിരിക്കുന്നതിന് വേണ്ടി രമേശ് ചെന്നിത്തലയും സതീശനും കൈകൊടുത്ത ഒരു ധാരണയിലെത്തുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണുന്നത്. ഒപ്പം തന്നെ സതീശന്റെ വരവിനെ തടുക്കുന്നതിന് വേണ്ടി രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കാൻ KC പക്ഷം തയ്യാറാകുമോ? ഇത് തന്നെയാണ് ഈ ഒരു വിഷയത്തിലാണ് ഇനിയിപ്പോൾ ഒരു ധാരണയിലെത്തേണ്ടത്. അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ശ്രീജ, തീർച്ചയായും എബി സൂചിപ്പിച്ചതുപോലെ ഇനി കാത്തിരുന്ന് കാണണം. എന്നായിരിക്കും ഈ ഒരു കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക? എല്ലാവരും ഉറ്റുനോക്കുകയാണ്. എന്തായാലും കേരളത്തിൽ മുഖ്യമന്ത്രി തീരുമാനിക്കാനുള്ള ചർച്ചകൾക്ക് മേൽനോട്ടം വഹിക്കാനായി കേന്ദ്ര നിരീക്ഷകരെ കോൺഗ്രസ് നേതൃത്വം ഉടൻ പ്രഖ്യാപിക്കും. നിരീക്ഷകരെ ചുമതലപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ യോഗം ചേരും. രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. തമിഴ്നാട്ടിൽ TVKയ്ക്ക് പിന്തുണ നൽകുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. സ്വാതന്ത്ര്യം ലഭിച്ച അന്നു മുതൽ മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നും അത് വേണ്ട വിധത്തിൽ പരിഹരിച്ചിട്ടുണ്ടെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. കോൺഗ്രസിൽ നിലവിൽ 3 പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. 3 പേരും പ്രിയപ്പെട്ടവരാണെന്നും അദ്ദേഹം പറഞ്ഞു. LDFന്റെ പരാജയം അഹങ്കാരത്തിന് ജനങ്ങൾ കൊടുത്ത മറുപടിയാണെന്നും എന്നാൽ അതിൽ കുറ്റപ്പെടുത്തുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. UDF-നാണെങ്കിൽ 102 ചരിത്ര വിജയമാണ്. ഇതിൽ അഭിമാനിക്കുന്നു, ആഹ്ലാദിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയിൽ ഞാൻ ഇനി കുത്തിപ്പരിക്ക് ആഗ്രഹിക്കുന്ന. കാരണം ഞാൻ ഒരിക്കലും ഇടതുപക്ഷം തെറ്റായ നടപടികൾ തിരുത്തുന്നതല്ലാതെ തുടർഭരണത്തിന് ശേഷം ഉണ്ടായ അഹങ്കാരത്തിൻ്റെ അഹന്തയുടെയും എന്ത് ചെയ്താലും ചോദിക്കാൻ ആളില്ല എന്നുള്ള ഒരു തോന്നലും അതാണ് അവരുടെ പരാജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണം. പല കാരണങ്ങളും ഏറ്റവും. അതുകൊണ്ട് അവർക്ക് ഇത്തവണ കനത്ത പരാജയം ഉണ്ടെന്ന് ആഗ്രഹിച്ചു. പക്ഷെ ഇനി അവരെ കുറ്റപ്പെടുത്തി അവരെ പരിക്കേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇടതുപക്ഷം കേരളത്തിൽ തകർന്നടിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിലും UDF സഖ്യത്തിലും വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണെന്ന് ഡൽഹിയിലെത്തിയ KC വേണുഗോപാൽ പറഞ്ഞു. KC വേണുഗോപാലിന് ഡൽഹി വിമാനത്താവളത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകി. People of Kerala has given a full faith in Congress party and UDF alliance. They are having full faith in Rahul Gandhi and Mallikarjuna Kharge's leadership. So party will take 10 years of LDF government has created so many difficulties to the people. People are fed up with that government. That is why they choose Kerala UDF for their governance. മുഖ്യമന്ത്രി തർക്കത്തിൽ നിലപാട് വ്യക്തമാക്കുകയാണ് കെ മുരളീധരൻ. സമൂഹമാധ്യമങ്ങളിലെ ചർച്ചകളല്ല മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതെന്നും പാർട്ടിക്ക് അതിന്റെ ചിട്ടവട്ടങ്ങളുണ്ടെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. ഹൈക്കമാൻഡ് എല്ലാ വശങ്ങളും പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും മുരളീധരൻ പറഞ്ഞു.
ഞാൻ പറയാം, സാമൂഹ്യ മാധ്യമങ്ങളെ ചർച്ചകളല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. അതിൻ്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളുണ്ട്. അത് ഒരു മാറ്റം ആരും വിചാരിച്ചാലും വരുത്താൻ കഴിയും. ഞാൻ പറഞ്ഞ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് തീരുമാനം ദേശീയ നേതൃത്വം സ്വീകരിക്കും. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരും. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായില്ല എങ്കിൽ KN ബാലഗോപാലിനാണ് സാധ്യത. ഇന്ന് തലസ്ഥാനത്തെത്തിയ മുഖ്യമന്ത്രി ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് AKG സെന്ററിന്റെ വാഹനത്തിലാണ് ക്ലിഫ് ഹൌസിലും പാർട്ടി ഓഫീസിലും യാത്ര ചെയ്തത്. ഔദ്യോഗിക വസതി ഉടൻ ഒഴിഞ്ഞ് ചിന്താ ഫ്ളാറ്റിലേക്ക് താമസം മാറും. 35 സീറ്റുമായി നിലംപരിശായ ഇടതുമുന്നണി പ്രതിപക്ഷത്ത് വരുമ്പോൾ ആരാകും നയിക്കുക എന്ന ചർച്ചകളിലേക്കാണ് കടക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിച്ച നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമോ എന്ന ചോദ്യം ഉയരുന്നെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ. സീനിയോറിറ്റി പ്രകാരം KN ബാലഗോപാലിനാണ് സാധ്യത കൽപ്പിക്കുന്നത്. മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിലും സമരങ്ങളെ നയിച്ച പ്രവർത്തന പാരമ്പര്യവും സംഘടനാ പാഠവും കണക്കിലെടുത്ത് KN ബാലഗോപാലിന് പ്രതിപക്ഷ നേതാവായി വിജയിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. കണ്ണൂർ ലോബിയാണ് പാർട്ടിയെ ഭരിക്കുന്നത് എന്ന ആക്ഷേപത്തിനും കൊല്ലം ജില്ലക്കാരനായ ബാലഗോപാലിലൂടെ മറുപടി നൽകാനാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നിന്ന് തലസ്ഥാനത്തെത്തിയപ്പോഴേക്കും ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചിരുന്നു. വിമാനത്താവളത്തിൽ V ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ സ്വീകരിക്കാനെത്തി. AK സെന്ററിലെ വാഹനത്തിലാണ് ക്ലിഫ് ഹൗസിലേക്ക് പോയത്. തുടർന്ന് AK സെന്ററിലെത്തി MV ഗോവിന്ദനുമായി ചർച്ച നടത്തി. ഉടൻ തന്നെ ക്ലിഫ് ഹൗസ് ഒഴിയുന്ന പിണറായി വിജയൻ ചിന്താ ഫ്ളാറ്റിലേക്ക് മാറും. 3A നമ്പർ ഫ്ളാറ്റാണ് അദ്ദേഹത്തിനായി അനുവദിച്ചിരിക്കുന്നത്. നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കും. പരാജയത്തിന്റെ പ്രാഥമിക വിലയിരുത്തലുണ്ടാകും. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തേക്കും. ഇടതുമുന്നണി യോഗം ചേർന്ന് പ്രഖ്യാപനം നടത്തും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സാമൂഹിക ധ്രുവീകരണം നടത്തി ഭരണം നേടാനുള്ള LDF ശ്രമം കേരളം പരാജയപ്പെടുത്തിയെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. 3 സീറ്റുകളിൽ BJP നേടിയ വിജയം ആശങ്കയോടെ കാണണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമൂഹ്യ ധ്രുവീകരണം നടത്തി ഭരണത്തുടർച്ച നേടാനുള്ള LDFന്റെ ശ്രമമാണ് കേരളം പരാജയപ്പെടുത്തിയത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്തുണയിൽ അഥവാ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ വലിയ വിദ്വേഷ പ്രചരണങ്ങളും മറ്റും പണമൊഴുക്കിയും എല്ലാ ശ്രമവും കേരളത്തിൽ BJPയും നടത്തുകയുണ്ടായി. 3 സീറ്റുകളിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചു എന്നത് ഏറെ ഗൗരവത്തിലാണ് കേരളം കാണേണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDFന്റെ കനത്ത തോൽവിക്ക് പിന്നാലെ കിഫ്ബി CEO സ്ഥാനം രാജിവെച്ച KM എബ്രഹാം. ഭരണമാറ്റത്തിന് പിന്നാലെയാണ് പടിയിറക്കം. രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറി. കിഫ്ബി അഡീഷണൽ CEO മിനി ആന്റണിക്കാണ് പകരം ചുമതല. കിഫ്ബി കടമെടുത്ത പണം ഇടതുമുന്നണിക്ക് തുടർഭരണം ഉറപ്പാക്കാനുള്ള പ്രചരണത്തിനായി ഉപയോഗിച്ചത് KM എബ്രഹാമിന്റെ നടപടിയായിരുന്നു. അതിന് കൂട്ടുനിൽക്കാത്തവരെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്ന ആരോപണം ഉന്നയിച്ച് സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥർ രംഗത്തെത്തിയിരുന്നു. UDFന്റേത് ടീം വർക്കിന്റെ വിജയമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഉപമുഖ്യമന്ത്രി സ്ഥാനം നേരത്തെ ഉന്നയിച്ചിട്ടില്ലെന്നും എന്നാൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കുമെന്നും തങ്ങൾ പറഞ്ഞു. ലീഗ് അടക്കമുള്ള ഘടക കക്ഷികളുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷമാകും ഭാവി തീരുമാനങ്ങളെന്നും തങ്ങൾ പറഞ്ഞു. അതായത് കഴിഞ്ഞ 10 വർഷക്കാലം കേരളീയ സമൂഹം അനുഭവിച്ചിട്ടുള്ള ഒരുപാട് യാതനകളും വേദനകളുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു മോചനം, അപ്പോൾ ആ മോചനം ആണിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ കേരളീയ സമൂഹം നേടിയെടുത്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 10 വർഷം ഇവർ ജനങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിന് പലിശ അടക്കമുള്ള മറുപടിയാണ് ഇപ്പോൾ ജനം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ UDFന്റെ നേതൃത്വത്തിൽ ഇനി നല്ലൊരു ഭരണം കേരളത്തിൽ കാഴ്ചവെക്കും. ഉപേക്ഷിക്കാൻ അത് ഗൗരവമായിട്ട് ആലോചിച്ചിട്ടില്ല. അതിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ആളൊക്കെ വന്നതിൻ്റെ ശേഷമായിരിക്കും ആരെല്ലാമാണ് മന്ത്രിമാരാവുക എന്നുള്ള ആ ഒരു ഗൗരവതരമായിട്ടുള്ള ചർച്ചയിലേക്ക് വരിക. മുഖ്യമന്ത്രിക്കൊപ്പം ഒപ്പം ലീഗിനൊരു ഉപമുഖ്യമന്ത്രി എന്നുള്ള പദവിയൊക്കെ ചർച്ചയാവുമോ? അതൊരിക്കലും ഞങ്ങൾ നേരത്തെ തന്നെ അവകാശം ഉന്നയിച്ചിട്ടില്ലല്ലോ. നല്ലൊരു മന്ത്രിസഭ വരണം. ലീഗിനെ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മന്ത്രിസഭാ രൂപീകരണത്തിൽ കോൺഗ്രസ് തീരുമാനം കാത്തിരിക്കുകയാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. അതിനുശേഷം ലീഗ് ചർച്ച ചെയ്യുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഘടകകക്ഷി ചർച്ചകൾ വൈകിയില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. അതറിയില്ല. അത് മുന്നണിയെ നയിക്കുന്ന കക്ഷി കോൺഗ്രസ് അല്ലേ. കോൺഗ്രസ് ആണ് ആദ്യം ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. ഞങ്ങൾ ആ ഇനിഷ്യേറ്റീവ് കാത്തിരിക്കുകയാണ്. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും.
ഞാനിപ്പോൾ ജസ്റ്റ് തങ്ങളുമായിട്ട് അതുപോലെ തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി PMA സലാഹ് ഞങ്ങളുടെ കൂടി സംസാരിച്ചു. അവരുടെ ഇനീഷ്യേറ്റീവ്, കോൺഗ്രസിൻ്റെ ഇനീഷ്യേറ്റീവും ബാക്കി കാര്യങ്ങളും കാത്തിരിക്കുകയാണ് ഞങ്ങൾ. അത് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രമ്യമായി ഒക്കെ നല്ല നിലയിൽ തിരിയും. ജാതി പറഞ്ഞ് വിഭജിക്കുന്നവർക്കൊപ്പം ജനമില്ല എന്ന് നാട് തെളിയിച്ചുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. വർഗീയത ഇളക്കിവിടാൻ CPM ശ്രമിച്ചു. ഒരു സർക്കാർ ചെയ്യാൻ പാടില്ലാത്തതെല്ലാം LDF ചെയ്തു എന്നും KC കുറ്റപ്പെടുത്തി. വെള്ളാപ്പള്ളി നടേശനും KC മറുപടി നൽകി. ഇന്നലെ വരെ LDFന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന ആളാണ് വെള്ളാപ്പള്ളിയെന്നും അത്തരം ആളുകൾക്ക് എല്ലാമുള്ള മറുപടിയാണ് ജനം നൽകിയതെന്നും KC പറഞ്ഞു. വർഗീയത ഇളക്കിവിടാൻ ശ്രമിച്ച ശക്തികൾക്ക് കനത്ത തിരിച്ചടി നൽകിയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ജാതിയും മതവുമല്ല, മറിച്ച് സ്ഥാനാർത്ഥിയുടെ നന്മയും പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുമാണ് വലുത് എന്ന് ജനം തിരിച്ചറിഞ്ഞൊരു തിരഞ്ഞെടുപ്പാണ്. ഈ സന്ദേശമാണ് കേരളത്തിലെ നന്മയുടെ സന്ദേശം. വിഭജിച്ച് ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് വിഭജിച്ച് വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ജനം അവരുടെ കൂടെ ഇല്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ്. ഇനിയെങ്കിലും അത്തരം പ്രവണതകൾ ഒഴിവാക്കാൻ അവർ ശ്രദ്ധിക്കുക. ഇതിനകത്ത് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ. അല്ലാതെ മറ്റേതെങ്കിലും പ്രചരണത്തിൻ്റെ രീതിയിൽ ബോർഡ് വെക്കുന്നുണ്ടോ, ബാനർ വെക്കുന്നുണ്ടോ, അത് എൻ്റെ ആയാലും ആരുടെ ആയാലും വെക്കുന്നുണ്ടോ, മുഖ്യമന്ത്രി തീരുമാനത്തിൽ അതൊരു ഘടകമേ അല്ല. അതെല്ലാം അത്തരം പ്രൊസീജിയേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള പരിശ്രമമായിട്ടേ കാണാം. കോൺഗ്രസിന് വ്യവസ്ഥാപിതമായ മാർഗ്ഗങ്ങളുണ്ടല്ലോ. ഇതാദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയെ പാർട്ടി തിരഞ്ഞെടുക്കുന്നത്. കോൺഗ്രസിനെ പോലുള്ളൊരു പാർട്ടി, പുരാതന പാർട്ടി, എത്രയോ മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ച പാർട്ടി, അതിന് വ്യവസ്ഥാപിതമായ മാർഗ്ഗങ്ങളുണ്ടല്ലോ. കോഴിക്കോട് UDF നേടിയ മുന്നേറ്റം കോൺഗ്രസിന് നൽകുന്നത് വലിയ നേട്ടം കൂടിയാണ്. 2 പതിറ്റാണ്ടായി ഒരു MLA പോലും ഇല്ലാതിരുന്ന കോഴിക്കോട് ഇത്തവണ 5 കോൺഗ്രസ് MLAമാരാണ് വിജയിച്ചു കയറിയത്. 2001 ഏറ്റവും ഒടുവിലായി കോഴിക്കോട് കോൺഗ്രസ് MLAമാർ വിജയിച്ചത്. 20 വർഷത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ 5 MLAമാരിലൂടെ കോഴിക്കോട് കോൺഗ്രസിന്റെ മാസ് എൻട്രി. 2001 ഏറ്റവും അവസാനമായി കോൺഗ്രസിന്റെ MLA കോഴിക്കോട് നിന്നും നിയമസഭയിലെത്തിയത്. അന്ന് കോഴിക്കോട് 1 നിന്നും A സുജനപാലും കൊയിലാണ്ടിയിൽ നിന്നും P ശങ്കരനുമായിരുന്നു അവസാനമായി വിജയിച്ചത്. പിന്നീട് അധികാരം കിട്ടിയ തിരഞ്ഞെടുപ്പിൽ പോലും കോഴിക്കോട് നിന്നും ഒരു കോൺഗ്രസ് MLAക്കും സഭയിലെത്താൻ കഴിയാതെ പോയത് കോൺഗ്രസിനേറ്റ തിരിച്ചടിയായിരുന്നു. 2 പതിറ്റാണ്ട് നീണ്ട ആ നിരാശയാണ് ഇത്തവണ 5 MLAമാരിലൂടെ ജില്ല തീർത്തിരിക്കുന്നത്. കോൺഗ്രസിന് 25 കൊല്ലമായി ജില്ലയിൽ നിന്ന് MLA ഇല്ല. ഞാൻ പറഞ്ഞു ഇത്തവണ MLA അല്ല MLAമാർ ഉണ്ടാവുക. ദയവസായിച്ച് അതും പാലിക്കപ്പെടാൻ പോകുന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ, KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് K ജയന്ത്, വിദ്യാ ബാലകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി KM അഭിജിത്ത്, KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജ് എന്നിവരാണ് ജില്ലയുടെ അഭിമാനമുയർത്തിയത്. 2 കോൺഗ്രസ് MLAമാർ ഇത്തവണ ജില്ലയിൽ നിന്നുണ്ടാകുമെന്ന ആത്മവിശ്വാസം UDF ക്യാമ്പിനുണ്ടായിരുന്നു. എന്നാൽ മത്സരിച്ചവരെല്ലാം വിജയിച്ചു കയറിയത് അപ്രതീക്ഷിത നേട്ടമായി. നീണ്ട വർഷങ്ങൾക്ക് ശേഷം വിദ്യാ ബാലകൃഷ്ണനിലൂടെ ജില്ലയിൽ വനിതാ MLA കൂടി ഉണ്ടായെന്ന പ്രത്യേകത കൂടി ഇത്തവണയായി. കോഴിക്കോട് ജില്ലയിൽ ഒരു വനിത മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ. ആ വനിതയെ കേരളത്തിലെ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ എലത്തൂരിലെ ജനം ഏറ്റെടുത്തു. ആകെ മൊത്തം അപ്രതീക്ഷിത ചരിത്ര നേട്ടത്തിനാണ് കോൺഗ്രസ് ജില്ലയിൽ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. പത്തനംതിട്ട ജില്ലയിൽ BJP കോൺഗ്രസിന് വോട്ട് മറിച്ചുവെന്ന് CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. വോട്ട് കച്ചവടത്തെ കോന്നി അതിജീവിച്ചു. ആറന്മുളയിൽ കുമ്മനം രാജശേഖരനെ പോലും BJP കാലുവാരിയെന്നും അദ്ദേഹം ആരോപിച്ചു. ഇവിടെ 2 സീറ്റിൽ ഒന്ന് 2020 ആയിരുന്നു, ഒന്ന് BDJS ആയിരുന്നു. അപ്പം വളരെ അവരുടെ മറവിൽ വലിയ അട്ടിമറി ഇവിടെ നടന്നു എന്നുള്ളതാണ്. BJPയുടെ സ്ഥാനാർത്ഥി ആറന്മുളയിൽ തന്നെ അട്ടിമറിക്ക് വിധേയനായി എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നമുക്ക് ആലോചിക്കേണ്ട കാര്യമുണ്ടോ? അപ്പം ഇത് വളരെ ഗൗരവമായ പ്രശ്നം തന്നെയാണ് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം. പ്രധാനപ്പെട്ട A ക്ലാസ് മണ്ഡലം, നമ്മൾ വിചാരിച്ചു A ക്ലാസ് മണ്ഡലത്തിലെങ്കിലും ഒരു സംരക്ഷണം സ്ഥാനാർത്ഥിക്ക് ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അതുപോലും ലഭിച്ചിട്ടില്ല എന്ന കാര്യം ഉറപ്പായിരിക്കും. ഇതിനെ മറികടക്കാൻ കോന്നിക്ക് കഴിഞ്ഞു. ഈ വോട്ട് മറിച്ചിലും വിൽപ്പനയും എല്ലാത്തിനെയും മറികടക്കാൻ കോന്നിക്ക് കഴിഞ്ഞു എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. അത് ജനീഷിൻ്റെ വിജയം, മിന്നുന്ന വിജയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് തിളക്കമാർന്ന വിജയം എന്നൊരു ലേബലിൽ കോന്നിയിലെ വിജയത്തെ നമുക്ക് കാണാം. BJPയിൽ മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള വ്യക്തിബന്ധം വലുതായിട്ടുള്ള ആളാണ് ശ്രീ കുമ്മനം രാജശേഖരൻ.
അദ്ദേഹത്തിന് ഈ 34,000 വോട്ടല്ല വരേണ്ടത്, അദ്ദേഹത്തിനൊരു 50,000-നടുത്ത് വോട്ട് വരേണ്ടതാണ്. എവിടെ നിന്നാണ് ഈ വലിയ ചോർച്ചയുണ്ടായത്? ഏതാണ്ടൊരു 10,000 വോട്ടിനടുത്തുള്ള ഒരു ചോർച്ച സാമാന്യമായി നമുക്ക് ആറന്മുളയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. മുഖ്യമന്ത്രിയായി പരിഗണിക്കുന്ന 3 പേരും യോഗ്യരെന്നും ഡൽഹിയിൽ നിന്ന് മുഖ്യമന്ത്രിയാകാൻ എത്തിയ ചരിത്രം കോൺഗ്രസിലുണ്ടെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. MLA-മാരുടെ അഭിപ്രായം ഹൈക്കമാൻഡ് കേൾക്കും. UDF ടീം വർക്കിന്റെ വിജയമാണ് കേരളത്തിൽ ഉണ്ടായത്. ചാനലുകാരല്ല മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതെന്നും PJ കുര്യൻ പറഞ്ഞു. UDFന്റെ ഒരു ടീം വർക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി UDF പ്രവർത്തകർ മുഴുവനും എല്ലാ നിയോജകമണ്ഡലങ്ങളും എങ്ങൊന്നും ഒരു പരാതിയില്ല. ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ എനിക്കറിയാം, ഓരോ പത്തനംതിട്ട തന്നെ ഓരോ ബ്ലോക്കിൽ നിന്ന് പല ആൾ വർക്ക് ചെയ്യുന്നില്ല, ഈ ആൾ വർക്ക് ചെയ്യുന്നില്ല. ഇത്തവണ അങ്ങനൊരു പ്രശ്നമേ ഇല്ല, എല്ലാവരും ഒന്നിച്ചു നിന്നു. അതൊരു കാര്യമാണ്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയുണ്ട്, ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം എന്ന് പറയുന്നത് AICCയുടെ നിരീക്ഷകർ ഇവിടെ വന്ന് MLA-മാരുടെയും സീനിയർ നേതാക്കളുടെയും അഭിപ്രായം എടുത്തിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനം എന്തായാലും കോൺഗ്രസ്സിലുകാർ മുഴുവനും, നേതാക്കന്മാരും കോൺഗ്രസ് എല്ലാവരും അത് അംഗീകരിക്കും.